നമസ്കാരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. അതിവേഗം കളത്തിലിറങ്ങാനും നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രചരണ പരിപാടികൾ തുടങ്ങി പ്രചരണത്തിൽ മുന്നിലെത്താനുമുള്ള തീവ്ര ശ്രമത്തിലാണ് എന്ന് നമുക്കറിയാം. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 30-36 മണ്ഡലങ്ങളിൽ ബി.ജെ.പിക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. അവിടെ വലിയ രീതിയിൽ പ്രചരണം നടത്തിയാൽ ബി.ജെ.പിക്ക് ഈ മണ്ഡലങ്ങളിൽ എവിടെയും വിജയ സാധ്യതയുമുണ്ട്. മാത്രമല്ല, നിരവധി മണ്ഡലങ്ങളിൽ ബി.ജെ.പി. ഇതിൽ ഒന്നാം സ്ഥാനത്തുമാണ് എന്നുള്ളതാണ്. നേമം പോലെയുള്ള, വട്ടിയൂർക്കാവ് പോലെയുള്ള മണ്ഡലങ്ങളിൽ ബി.ജെ.പി. ഈ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ ഒന്നാം സ്ഥാനത്താണ്. ഇത്തരം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാനാണ് ബി.ജെ.പി. ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ പല മണ്ഡലങ്ങളിലും ഒരൊറ്റ പേര് തന്നെയാണ്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഐക്യം, അഭിപ്രായ ഐക്യം ഈ മണ്ഡലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആരാണ് സ്ഥാനാർത്ഥിയാകണം എന്നുള്ളത് സംബന്ധിച്ച് അവിടെ കടിപിടികളൊന്നുമില്ല. ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒന്നിലധികം പേരുകൾ പോയിട്ടുള്ളത്. അത് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. പക്ഷേ ഒരേ ഒരു പേരുകൾ മാത്രമുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഉടൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടക്കും എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും അതിനു മുമ്പ് ഇത്തരം മണ്ഡലങ്ങളിൽ ചുവരെഴുത്ത് പ്രചരണം ബി.ജെ.പി. തുടങ്ങുന്നുണ്ട്. ഉദാഹരണത്തിന് നേമ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറാണ് ചുവരെഴുതി തുടങ്ങിയത്. അദ്ദേഹം താമര വരച്ചുകൊണ്ടാണ് ആ ചുവരെഴുതി തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണ് എന്ന വ്യക്തമായ സൂചന നൽകുകയാണ്. ഔദ്യോഗികമായ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് കഴക്കൂട്ടം മണ്ഡലത്തിലും അത്തരത്തിലുള്ള ചുവരെഴുത്ത് നടന്നിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ കരമന ജയനാണ് ചുവരെഴുത്ത് നടത്തിയത്. ഇത്തരത്തിൽ തൃശ്ശൂരിൽ നമ്മുടെ പത്മജ വേണുഗോപാൽ ചുവരെഴുതി തുടങ്ങിയിരുന്നു. ഇങ്ങനെ നിരവധി സ്ഥാനാർത്ഥികൾ ചുവരെഴുതി തുടങ്ങിയിട്ടുണ്ട്. ഈ ചുവരെഴുത്ത് സ്ഥാനാർത്ഥികളാണ്, സാധാരണ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇത് നടത്തുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം വരികയും ചെയ്യും. പക്ഷേ അതിനു മുമ്പ് തന്നെ സമൂഹത്തിന് ഇദ്ദേഹമാണ് സ്ഥാനാർത്ഥി എന്നുള്ളതിൻ്റെ കൃത്യമായ സന്ദേശം നൽകുകയുമാണ്. എന്നാൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ആരാകും സ്ഥാനാർത്ഥി എന്നുള്ളതിനെക്കുറിച്ച് അനിശ്ചിതത്വങ്ങൾ നിലനിന്നിരുന്നു. പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നതാണ്. ഇപ്പോഴിതാ ആർ ശ്രീലേഖ തന്നെയായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന വ്യക്തമായ സൂചന ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം നൽകുകയാണ്. അതായത് ആർ ശ്രീലേഖ നാളെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ചുവരെഴുതി പ്രചരണം ആരംഭിക്കുകയാണ്. അത് കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ്. അതായത് ആർ ശ്രീലേഖ മത്സരിക്കുന്നില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം നേരത്തെ എടുത്തിരുന്നു. അവരത് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. കൗൺസിലർ സ്ഥാനത്തേക്കാണ് മത്സരിച്ചത്, അവിടെ വിജയിച്ചിരിക്കുന്നു. ഇനി 5 വർഷം ജനങ്ങളെ അവിടെ സേവിക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു മത്സരത്തിന് താനില്ല എന്നാണ് ആർ ശ്രീലേഖ അറിയിച്ചത്. പക്ഷേ നിരന്തരം പാർട്ടി അവരുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ തീരുമാനത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഒന്നാം സ്ഥാനത്താണ് ബി.ജെ.പി. ഈ മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കണക്കുകൾ ബി.ജെ.പിക്ക് അനുകൂലമാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഒ രാജഗോപാൽ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ ഇതിനു മുമ്പും പാർട്ടി ഒന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. വളക്കൂറുള്ള മണ്ണാണ് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വട്ടിയൂർക്കാവ്. വലിയ പ്രചരണം, വളരെ വലിയ സംഘടനാ സംവിധാനമൊക്കെ ഉള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് ബി.ജെ.പി. നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആരാണ് എന്ന സൂചന നൽകി രംഗത്തേക്ക് ഇറങ്ങുന്നത്. യു.ഡി.എഫിന് വേണ്ടി കെ മുരളീധരൻ മത്സരിക്കാൻ എൽ.ഡി.എഫിന് വേണ്ടി വി.കെ. പ്രശാന്ത് തന്നെ ആയിരിക്കും അംഗത്തിനിറങ്ങുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഭരണവിരുദ്ധ വികാരം ശക്തമായാൽ അത് വി.കെ. പ്രശാന്തിന് എതിരാകുമെന്നും ബി.ജെ.പി. നിലവിലവിടെ 2ാം സ്ഥാനത്തുള്ള ബി.ജെ.പി. ആ നേട്ടം കൈവരിക്കുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും കണക്കിന് അനുസരിച്ചിട്ടുള്ള ഒരു ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരും എന്ന് ബി.ജെ.പി. കണക്കുകൂട്ടുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.